നേരത്തെ നമ്മൾ തുടക്കത്തിൽ പരിശോധിച്ച വിഴിഞ്ഞത്ത് ഇന്ന് പ്രധാനപ്പെട്ട ഒരു നീക്കം നടക്കുകയാണ്. മന്ത്രി വി എൻ വാസവൻ തുറമുഖ വകുപ്പ് മന്ത്രി അവിടെ സന്ദർശിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു. അദ്ദേഹത്തിന്റെ ഇന്ത്യയിലേക്ക് ഉൾപ്പെടെ ചരക്ക് കിട്ടിയിരുന്നത് കൊളംബോ തുറമുഖത്തുനിന്നോ അല്ലെങ്കിൽ അതുപോലുള്ള മദർഷിപ്പുകൾ എടുക്കാൻ കഴിയുന്ന മറ്റ് തുറമുഖങ്ങളിൽ നിന്നുമാണ്. ഇവിടെ നമ്മൾക്ക് ആ ഒരു ജോലിയാണ് ഈ തുറമുഖം ആദ്യഘട്ടത്തിൽ നിർവഹിക്കുക. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെയ്നർ ട്രാൻസ്പോർട്ട് പോർട്ടായി മാറുമ്പോൾ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടായി മാറുമ്പോൾ അത് പ്രധാനമായി ഇവിടെ വരുന്ന കണ്ടെയ്നറുകൾ നമുക്ക് മറ്റ് പോർട്ടുകളിലേക്ക് കൊണ്ടുപോകാനുള്ള സൌകര്യങ്ങൾ ഇന്ത്യയിലെ തന്നെ വിവിധ പോർട്ടുകളിലേക്കും രാജ്യാന്തര പോർട്ടുകളിലേക്കും ഒപ്പം നമ്മുടെ സംസ്ഥാനത്തെ വിവിധ പോർട്ടുകളിലേക്കും പോകാൻ കഴിയുന്ന സാഹചര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ആ തരത്തിൽ നമ്മുടെ കണ്ടെയ്നറുകൾ ഇന്നിവിടെ വരുന്നത് 1960 എണ്ണം ഇവിടെ ആദ്യഘട്ടത്തിൽ ഇറക്കുമ്പോൾ അത് വിവിധ പോർട്ടുകളിലേക്ക് പോകാൻ ആവശ്യമായ വിവിധ ഷിപ്പുകൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. മദർഷിപ്പിൽ നടക്കുന്ന പ്രക്രിയ അതാണ് ആദ്യമായി. പിന്നീട് തുടർച്ചയായി 2 മാസങ്ങളിൽ ട്രയൽ നടക്കും. ഇതിനേക്കാൾ ഭീമാകാരനായിട്ടുള്ള കപ്പൽ 400 മീറ്റർ നീളമുള്ളൊരു കപ്പൽ ഇതിനുശേഷം ഇവിടെ വരും. ഇന്ന് വരുന്നത് ഏതാണ്ട് 350 മീറ്റർ നീളമുള്ളൊരു കപ്പലാണ്, 50 മീറ്റർ വീതി. അപ്പോൾ ഇതിനേക്കാൾ വലിയ ഷിപ്പാണ് ഇനി വരാനുള്ളത്. അത്തരത്തിലുള്ള ഷിപ്പുകളടക്കം ഈ ട്രയലിന്റെ സമയത്ത് വന്ന് പരീക്ഷണം നടത്തും. ആ പരീക്ഷണങ്ങളെല്ലാം വിജയിക്കുന്നതോടുകൂടിയാണ് നമ്മൾ കമ്മീഷനിങ്ങിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതെല്ലാം വിജയിച്ചു കഴിഞ്ഞാൽ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ കമ്മീഷൻ ചെയ്യണമെന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. അത്തരം ഒരു ഘട്ടത്തിൽ എത്തുമ്പോൾ നമ്മുടെ ഭാവി പ്രവർത്തനങ്ങളുടെ മറ്റുള്ളടക്കവും നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും. അതിന് സഹായകരമായി റെയിൽവേ കണക്ടിവിറ്റി 10.7 കിലോമീറ്റേഴ്സ് വരുന്ന ബാലരാമപുരം മുതൽ നമുക്ക് ഇവിടെ വരെയുള്ള റെയിൽവേ കണക്ടിവിറ്റി, അത് 9.2 കിലോമീറ്റേഴ്സ് നമുക്ക് തുരങ്കമാണ്. ആ തുരങ്കപാത നിർമ്മിക്കുന്നതിന് വേണ്ടി കൊങ്കൺ റെയിൽവേയെ നമ്മൾ ചുമതലപ്പെടുത്തി അതിന്റെ സാമൂഹ്യാഘാത പഠനവും പരിസ്ഥിതി ആഘാത പഠനവും കഴിഞ്ഞ് അതിന്റെ DPR തയ്യാറാക്കി ഇപ്പോൾ സെൻട്രൽ റെയിൽവേക്ക് കൊടുത്തതിന്റെ അംഗീകാരം വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമുക്ക് NH-മായി ലിങ്ക് ചെയ്യുന്ന 1.7 കിലോമീറ്റേഴ്സ് ഉള്ള നമ്മുടെ റോഡ് അതിന്റെ അവസാന ഘട്ടത്തിലെത്തി. തുടർന്ന് നമുക്ക് വരുന്ന ഔട്ടർ റിംഗ് റോഡുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ഇപ്പോൾ NH-മായി ലിങ്ക് ചെയ്യുന്ന ഭാഗത്തെ സംബന്ധിച്ച് NH-ന്റെ പ്രതികളെ കൂടി ഉൾപ്പെടുത്തി ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു യോഗം ചേർന്ന് അത് സംബന്ധിച്ച് ഇൻ പ്രിൻസിപ്പൽ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് നീങ്ങുന്നു. റെയിൽവേ കണക്ടിവിറ്റിക്ക് ആവശ്യമായ ഭൂമിയെടുപ്പിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരിക്കുന്നു. ഇങ്ങനെ ഭാവിയെ സംബന്ധിച്ചുള്ള കാര്യവും നമ്മൾ ഈ കാര്യത്തിൽ സംബന്ധിച്ച് ആലോചിച്ച് മുന്നോട്ട് നീക്കി തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കേതായിരുന്നാലും വരുന്ന മദർഷിപ്പിനെ സ്വീകരിക്കാൻ നാടും പ്രദേശവുമെല്ലാം വളരെ ആവേശത്തോടെ, അഭിമാനത്തോടെ, ആഹ്ലാദത്തോടെ അണിഞ്ഞൊരുങ്ങി എത്തിയിരിക്കുന്ന ഒരു പൊതു സാഹചര്യം വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് പൊതുവിൽ നിങ്ങളോട് ഷെയർ ഇല്ല. അങ്ങനെ ഈ കാര്യത്തിൽ ഇത് ട്രയൽ റൺ മാത്രമാണ്. ഉദ്ഘാടനം നമ്മുടെ ഇതിന്റെ കമ്മീഷൻ ചെയ്യുമ്പോഴേക്ക് നമ്മൾ ഇതിലെല്ലാ വിഭാഗം ആളുകൾ ഇപ്പം നമ്മൾ ആദ്യത്തെ ഷിപ്പ് എത്തിയപ്പോൾ എല്ലാവരെയും ക്ഷണിച്ചിരുന്നു. മുൻ തുറമുഖ വകുപ്പ് മന്ത്രി നല്ല രൂപത്തിൽ ഈ കാര്യത്തിൽ ഇടപെടുകയും പ്രവർത്തിക്കുകയും അതിനു മുമ്പ് ഒരു തുറമുഖ വകുപ്പ് മന്ത്രിയുണ്ട് കഴിഞ്ഞ ഗവൺമെന്റിലെ. അപ്പോൾ ഇത് ഒന്നാം പിണറായി സർക്കാർ തന്നെയാണ് ഇതിന്റെ തുടക്കം. അപ്പൊ അതിനെ ക്ഷണിച്ചില്ലെന്നുള്ള പ്രശ്നം വരില്ലേ? അപ്പൊ അതുകൊണ്ട് അതിനു മുമ്പുള്ള തുറമുഖ വകുപ്പ് മന്ത്രിയുണ്ട്. ഇതിന്റെ തുടക്കം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ തുറമുഖത്തിന്റെ ആശയം ആദ്യം രൂപം കൊള്ളാൻ വേണ്ടി ഒരു കമ്മിറ്റി നിയോഗിച്ചത് 96-ലെ നയനാർ ഗവൺമെന്റാണ്. ആ പഠന റിപ്പോർട്ട് വന്നതിന് ശേഷം ആ ഗവൺമെന്റിന് തുടർന്ന് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. രണ്ടാമത് ബഹുമാനായ ശ്രീ AK ആന്റണിയുടെ കാലഘട്ടത്താണ് ഈ തുറമുഖവുമായി ബന്ധപ്പെട്ട രണ്ടാമത് പഠനങ്ങളൊന്നും നടത്താതെ ഒരു ടെൻഡർ നടത്തി. ആ ടെൻഡർ നടത്തിയപ്പോൾ ഏതാണ്ട് ചൈനയിൽ നിന്ന് ഒരു കമ്പനി കോട്ട് ചെയ്തിരുന്നു. ചൈനീസ് കമ്പനി ആയതുകൊണ്ടായിരിക്കാം അതിനൊന്നും കേന്ദ്ര അനുമതി തന്നിരുന്നില്ല. അതിനുശേഷം പിന്നീട് വന്ന VS ഗവൺമെന്റ് ഈ കാര്യത്തിൽ അന്നത്തെ തുറമുഖ മന്ത്രിയായിരുന്ന ശ്രീ M വിജയകുമാർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VS ചേർന്ന് ഈ കാര്യത്തിൽ ഒരു ശ്രമം നടത്തി. ആ ശ്രമത്തിൽ വീണ്ടും അനുമതിയോടുകൂടി ഒരു ടെൻഡർ നടത്തിയപ്പോൾ ആന്ധ്രാപ്രദേശിലെ ഒരു കമ്പനി കോട്ട് ചെയ്ത് മുന്നോട്ട് വന്നിരുന്നു. ആ കോട്ട് ചെയ്ത കമ്പനി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാനുള്ള ഇന്റിമേഷനൊക്കെ അവർക്ക് കൊടുത്തു. ആ സമയത്തേക്ക് അതിനെതിരെ ഹൈക്കോടതിയിൽ ഒരു കേസ് വന്നപ്പോൾ കരാറെടുത്ത ആന്ധ്രാപ്രദേശിന്റെ കമ്പനി അത് വിത്ഡ്രോ ചെയ്തു പോയി. പക്ഷേ അന്ന് തന്നെ ഒരു സീപോർട്ട് എന്ന രൂപത്തിൽ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുകയും അതിവിടെ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തത് ബഹുമാനായ VS അച്യുതാനന്ദനായിരുന്നു. അന്ന് അതിൽ അധ്യക്ഷത വഹിച്ചത് ശ്രീമാൻ N വിജയകുമാറായിരുന്നു, മുൻ തുറമുഖ മന്ത്രി. അന്ന് ബഹുമാനായ ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവായിരുന്നു, അദ്ദേഹം ഉൾപ്പെടെ പങ്കെടുത്തതാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രീവിയസ് ഹിസ്റ്ററി. അതിനുശേഷമാണ് പിന്നീട് വന്ന UDF ഗവൺമെന്റ് ഇപ്പോഴത്തെ കരാർ ഉണ്ടാക്കുന്ന രൂപത്തിലേക്ക് എത്തിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ നിർമ്മാണ പ്രവർത്തനത്തിന്റെ
പൂർണ്ണ മുഴുവൻ ചുമതല ഏറ്റെടുത്ത് ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരുമാണ്. ഞാൻ തിരിച്ച് മറുപടി പറഞ്ഞല്ലോ. അല്ല, ഞാനിന്ന് മറുപടി ഞാനിന്ന് മറുപടി തത്സമയെ തന്നെ പറഞ്ഞല്ലോ. ഈ കുഞ്ഞ് ആരുടേതാണെന്നുള്ളത് ഞാനിപ്പോ ഈ പറഞ്ഞ നാൾ വഴികൾ പരിശോധിച്ചാൽ അല്ല, ഇതിനകത്ത് പ്രതിപക്ഷ നേതാവിനെ നമ്മൾ നേരത്തെ ക്ഷണിച്ചല്ലോ. ആദ്യം ഈ കാര്യത്തിൽ നമ്മൾ ആദ്യത്തെ ഷിപ്പ് വന്നപ്പോൾ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പങ്കെടുത്ത് എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണത്. ഇപ്പൊ നടക്കുന്ന ഒരു ട്രയൽ റണ്ണാണ്. ആ ട്രയൽ റൺ വിജയിക്കുമ്പോഴാണ് അടുത്ത കമ്മീഷനിലേക്ക് വരുന്നത്. കമ്മീഷൻ ചെയ്യുന്ന ഘട്ടത്തിൽ നിങ്ങൾ പറയുന്നത് ശരിയാണ്, എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങളായിരിക്കും നടക്കുക. ഇപ്പൊ ട്രയൽ റൺ നടക്കുന്നിടത്ത് ആദ്യം അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നു. ഇവിടെ നമ്മുടെ സ്ഥലത്തെ MP ക്ഷണിച്ചിട്ടുണ്ട്, MLA ക്ഷണിച്ചിട്ടുണ്ട്. അപ്പൊ ആരെയും മാറ്റി നിർത്തിയിട്ടില്ല. അതിനകത്ത് കക്ഷിയോ രാഷ്ട്രീയോ ജാതിയോ മതമോ ഒന്നും നോക്കിയിട്ടില്ല. അതേസമയത്ത് മറ്റുള്ള ആളുകളെല്ലാം ക്ഷണിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് വീണ്ടും കമ്മീഷൻ ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ചോദ്യത്തെ പ്രശ്നമാണ്. എല്ലാവരും ക്ഷണിക്കും. നമ്മൾ ഈ തുരങ്കപാതയുടെ കാര്യം പറയുന്നുണ്ടല്ലോ, അതിന് ഭരണാനുമതിയാണ് ഇനി വേണ്ടത്. അതെ, അത് എന്നത്തേക്കാവും? അതിപ്പോ നമ്മൾ കേന്ദ്രവുമായി ബന്ധപ്പെട്ടാണ്. റെയിൽവേ ആകുമ്പോൾ അവിടെ നിന്നാണല്ലോ കിട്ടുന്നത്. അതിന്റെ പൈസ മുഴുവൻ മുടക്കുന്നത് സംസ്ഥാന ഗവൺമെന്റാണ്. ഇപ്പൊ കേന്ദ്രം നാളിതുവരെ ഇതിന് ഒരു രൂപ പോലും തന്നിട്ടില്ല. ഇപ്പൊ ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടുന്നത് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടാണ്, VGF. അത് തരാതിരിക്കാൻ ന്യായം പറഞ്ഞത് നമുക്ക് ആർബിട്രേഷൻ ഉണ്ടായിരുന്നെന്ന്. ആർബിട്രേഷൻ ഇപ്പോ അദാനിയും വിഡ്രോ ചെയ്തു, ഗവൺമെന്റും വിഡ്രോ ചെയ്തു. അത് സംബന്ധിച്ച് ധാരണയായി ത്രികക്ഷി കരാറിലേക്ക് ഏർപ്പെടാം. ഈ മാസം അവസാനത്തേക്ക് ഡേറ്റ് തന്ന് ആ എഗ്രിമെന്റ് വെക്കാമെന്നാണ് പറഞ്ഞത്. ആ എഗ്രിമെന്റ് വെച്ചെങ്കിൽ മാത്രമേ VGF നമുക്ക് കിട്ടേണ്ട പൈസ കിട്ടും. നിലവിൽ കേന്ദ്രത്തിന്റെ ഒരു രൂപ പോലും ഇപ്പൊ ഇല്ല. വിഴിഞ്ഞാൻ പദ്ധതിക്ക് കിട്ടിയിട്ടില്ല, ഇപ്പൊ ഇല്ല. ഇനി VGF കിട്ടും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വാദം പറയുന്നവരൊക്കെ ഉണ്ട്. അല്ല, അതുകൊണ്ട് അതല്ല വസ്തുതയായിട്ട് പറയണ്ടേ. ഞാനീ പറഞ്ഞത് ഫാക്ട് ആൻഡ് ഫിഗർ ആണ്. നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട VGF ആണ്. ആ VGF തരാൻ തടസ്സം പറഞ്ഞിരുന്നത് പ്രധാനമായി ആർബിട്രേഷനാണ്. ആർബിട്രേഷൻ ഇപ്പോ അദാനിയും വിഡ്രോ ചെയ്തു, നമ്മൾ ചർച്ച ചെയ്ത് നമ്മളും വിഡ്രോ ചെയ്തു. അപ്പോൾ ധാരണയിലെത്തി നെഗോസിയേഷനുടെ. ആ ധാരണ അനുസരിച്ച് ഇപ്പോ ത്രികക്ഷി കരാറിൽ ഒപ്പിടണം. ആ ഒപ്പിടാനുള്ള ഒരു ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് 27-ാം തീയതി ജൂലൈ. ആ 27 ഒപ്പിട്ട് കഴിയുമ്പോൾ നമുക്ക് 817 പോയിന്റ് സംതിങ് ആണ് നമുക്ക് VGF കിട്ടുക. അത് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ പറഞ്ഞില്ല, കിട്ടുകയെന്ന് ഞാൻ പറഞ്ഞില്ല. ആദ്യത്തെ തുക കിട്ടാൻ പോകുന്നത് അപ്പോഴാണ്. അപ്പൊ ഇതുവരെ മുടക്കിയിട്ടുള്ള ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ഫണ്ടെല്ലാം സംസ്ഥാന ഗവൺമെന്റിന്റേതാണ്. ഇതാണ് യാഥാർത്ഥ്യം. അത് നിങ്ങൾ സൂചിപ്പിച്ച കാര്യങ്ങൾ ഇതിന്റെ കമ്മീഷൻ ചെയ്യുന്ന ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇതിൽ ക്ഷണിക്കേണ്ട എല്ലാവരെയും ക്ഷണിക്കും. ഇതൊരു ട്രയൽ മാത്രമാണ്. അല്ല, ഇല്ല, നിങ്ങൾ പറയുന്ന ഒരു ട്രയൽ എടുക്കുന്നിടത്ത് എല്ലാവരും വന്ന് കാഴ്ചക്കാരായിരുന്നുണ്ട്. പരീക്ഷണം വിജയിച്ചില്ലെങ്കിലോ? ട്രയൽ എന്ന് പറയുന്നത് എന്തോ നമ്മുടെ പരീക്ഷണമാണ്. പരീക്ഷണത്തിൽ എല്ലാവരും വിളിച്ച് പരീക്ഷിക്കേണ്ട കാര്യമില്ല. ഇവിടെ നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ട്രയൽ റൺ നടക്കുമ്പോൾ അതിന് ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ കേന്ദ്ര ഷിപ്പിംഗ് ആൻഡ് വാട്ടർ റിസോഴ്സിന്റെ ചുമതലയുള്ള മന്ത്രിയാണ്. അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ട്. അദ്ദേഹം എത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. അതിൽ ബന്ധപ്പെട്ട ആളുകളുണ്ട്, യാതൊരു സംശയവുമില്ല, സെൻട്രൽ റെപ്രസെന്റേഷനുമായി. മറിച്ച് ഇത് കമ്മീഷൻ ചെയ്യുന്ന ഘട്ടം എത്തുമ്പോൾ ഈ നമ്മളെ സഹായിക്കുന്ന കൂട്ടരെയൊക്കെ നമ്മൾ വിളിക്കും. ആരെയും ഉപേക്ഷിക്കില്ല. ഒരു വിഭാഗം മത്സ്യത്തൊഴിലാളികളെ തഴഞ്ഞെന്ന് ആരോപിച്ച് നാളെയും മറ്റന്നാൾ വിഴിഞ്ഞത്ത് ജമാഅത്ത് പ്രതിഷേധത്തിൽ ആഹ്വാനിച്ചിട്ടുണ്ട്. നാളെ കരുതിനും മറ്റന്നാൾ കടലിൽ വെള്ളമിറക്കി പ്രതിഷേധിക്കാനുമാണ് തീരുമാനം. അതൊക്കെ നിങ്ങളുടെ തെറ്റായ ധാരണയാണ്. ഇല്ല, അവർ പ്രഖ്യാപിച്ചിട്ടില്ല. അവരുടെ കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ സംബന്ധിച്ച് ചർച്ച ചെയ്ത് ഇന്ന് സായാഹ്നത്തോടുകൂടി എല്ലാ പ്രശ്നങ്ങളും തീരും. ഞങ്ങൾ ഇന്നലെ തന്നെ അത് സംസാരിച്ച് ധാരണയാക്കി കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് കൊടുക്കാനുള്ള പൈസ കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നതിന്റെ 106 കോടി രൂപ ഇതിനോടകം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവശേഷിക്കുന്ന ജമായത്തുമായി ബന്ധപ്പെട്ട പ്രശ്നവും ഒരു വിഭാഗം മത്സ്യത്തൊഴിലാളിയുടെയും ചില ഡിമാൻഡുകൾ ഉന്നയിച്ചിരുന്നു. ആ വിഷയം ഇന്നലെ ഞങ്ങൾ ചർച്ച ചെയ്ത് ഇന്ന് 3 മണിക്കും 4 മണിക്കും ചേരുന്ന യോഗത്തിൽ അതും പൂർണ്ണമായി പരിഹരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ഷണിച്ചിട്ടുണ്ട്. ഇന്നലെ തന്നെ അറിയിച്ചിട്ടുണ്ട്. ഇന്ന് 3 മണിക്ക് ആദ്യത്തെ യോഗം അവരുടെ നടക്കും, 4 മണിക്ക് മറ്റേത് നടക്കും. അപ്പൊ അതുകൊണ്ട് എവിടെയെങ്കിലും എന്തെങ്കിലും കേട്ടിട്ട് അഭിപ്രായങ്ങൾ വരണ്ട. ഞങ്ങൾ യാഥാർത്ഥ്യബോധത്തോടു കൂടി ഇതിനോടകം നിരവധി മീറ്റിംഗ്, ഈ വിഴിഞ്ഞത്തിന്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് തന്നെ അവരെല്ലാം കൂട്ടിക്കൊണ്ടുള്ള 7 മീറ്റിംഗ് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് പല ഘട്ടങ്ങളിലായി. അതിലെല്ലാം ഓരോന്നോരോന്നും ചർച്ച ചെയ്ത് പരിഹരിച്ചാണ് ഈ വിഷയങ്ങളെല്ലാം പരിഹരിക്കപ്പെടും. ഏതായാലും അവർ ഉയർത്തിയ പ്രശ്നങ്ങൾ പരിഹരിക്കും. പിന്നെ പ്രതിഷേധം എല്ലാം ചെയ്താലും പിന്നെയും പ്രതിഷേധം വരില്ല. അത് ചെയ്തോട്ടെ. ഇല്ല, പോലീസും പട്ടാളവും ഇല്ലാതെ ജനങ്ങളാണ് ഇതിന്റെ സുരക്ഷിതർ. അത് സംശയമൊന്നും വേണ്ട. ഓക്കെ. മന്ത്രി VN വാസവൻ വിഴിഞ്ഞം തുറമുഖ പദ്ധതി പ്രദേശത്ത് സന്ദർശനം നടത്തുകയായിരുന്നു. പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാണ്. നാളെ കഴിഞ്ഞ് ട്രയൽ റൺ നടക്കാൻ പോവുകയാണ്.
ഫെർണാണ്ടോ എന്ന ചരക്ക് കപ്പലിൽ വരുന്ന കണ്ടെയ്നറുകൾ 1900-ലധികം വരുന്ന കണ്ടെയ്നറുകളുണ്ട്. ഈ കണ്ടെയ്നറുകൾ തീരത്തേക്ക് ഇറക്കി വെക്കും. റോഡ് റെയിൽ കണക്ടിവിറ്റികൾ പൂർത്തിയാവാനുണ്ട്. അത് വേഗത്തിൽ പൂർത്തിയാക്കി അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് പൂർണ്ണ തോതിലുള്ള കമ്മീഷനിങ് നടപടികളിലേക്ക് കടക്കുമെന്നതാണ് മന്ത്രി നൽകുന്ന ഉറപ്പ്.